എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അബി തന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ അങ്ങോട്ടേക്ക് വരുവാണ്. പിന്നീട് അബിയോട് പറഞ്ഞു, അല്ല അബി, നീ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഉറപ്പിച്ചോന്ന് ചോദിക്കും. അതെ, നിന്നെ കൊണ്ട് പറ്റുമോന്ന് ചോദിക്കുവാണ്. അഭിനയിച്ചാൽ മാത്രം മതി, എന്റെ വെല്ലുമ്മയ്ക്ക് കരള് ദാനം ചെയ്താന്ന് നീ അന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല, എനിക്കെന്താ ഇതും കൂടെ ലാഭം എന്ന് ചോദിക്കണം. ശരണ്യെ, നിനക്ക് ലാഭമുണ്ട്, നിനക്ക് ഞാൻ 5 ലക്ഷം രൂപ തരാന്ന് പറയാം. ഓഹോ, 5 ലക്ഷം രൂപയാ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, 5 ലക്ഷം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിനക്കെന്തായിരിക്കും കിട്ടാൻ പോണേ? അത് പിന്നെ സത്യം പറ, നിനക്ക് എത്ര രൂപയാ? കാരണം നീ ചെറിയ കേസൊന്നും പിടിക്കില്ലെന്ന് അറിയാം, അതുകൊണ്ടാ ഞാൻ പറയണേ. നീ ഇനിയിപ്പൊ എന്റെ അടുത്ത് കള്ളത്തരം പറയാനും പറ്റില്ല, ചെക്കൻ്റെയിലേക്കല്ലേ കിട്ടത്തുള്ളൂ, അതുകൊണ്ടാ ഞാൻ ചോദിച്ചെന്ന് പറയാം. അത് 50 ലക്ഷം. ഓഹോ, 50 ലക്ഷം രൂപ നിനക്ക് കിട്ടിയിട്ടാണ് നീ എനിക്ക് വെറും 5 ലക്ഷം രൂപ തരുന്നല്ലേ? അത് പറ്റില്ല, ഈ കളിക്ക് ഞാനില്ലാന്ന് പറയും. പിന്നെയോ, ഒരു കാര്യം ചെയ്യ, അതിന്റെ ഇരട്ടിതാ, എന്നാ 10 ലക്ഷം തരാം, നീ സമ്മതിക്കുമെന്ന് ചോദിക്കുക. 10 ലക്ഷം തന്നാ ഞാനൊന്ന് നോക്കാന്ന് പറയും. പിന്നെ ഒരു കാര്യം, നിന്റെ സ്ഥിരം ഊടായ്പ പരിപാടി എന്റെ അടുത്ത് എടുക്കണ്ട. ഒരു കാലത്ത് നീ എന്നെ പ്രേമിച്ച് കെട്ടാന്നും പറഞ്ഞ് നടന്നിട്ട് അവസാനം നീ കാല് വാരിയിട്ട് പോയവനാ, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും തരികടയായിട്ട് ഇനി നീ വന്നിട്ടുണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ അബി, നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ പൊളിക്കൂന്ന് പറയാ. അയ്യോ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല ശരണ്യെ, ഞാൻ 10 ലക്ഷം തരാന്ന് പറഞ്ഞാൽ തരും, ഉറപ്പായിട്ടുള്ള കാര്യം. ആദ്യം കാര്യങ്ങളൊക്കെ നടക്കണം, പിന്നെ വേറെ ആരും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ലെന്ന് പറയാം. അതൊക്കെ ഞാൻ ഏറ്റു. പിന്നെ അറിയാലോ, 10 ലക്ഷത്തിനാണ് ഡീല് വെച്ചിരിക്കുന്നത്. അതിനു മുമ്പ് നീ ഒരു പരിപാടിയും കാണിച്ചേക്കല്ലെന്ന് പറയണം. അതൊക്കെ ഞാൻ ഏറ്റു എന്നൊക്കെ അബി പറയാണ്. പിന്നീട് അവരങ്ങനെ പിരിയുവാണ്. അതിനുശേഷം അബി തന്റെ ഫ്രണ്ട്സിനോടൊപ്പം വന്നിരുന്ന് കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അബി കൂട്ടുകാരോട് പറഞ്ഞു, എടാ കാര്യങ്ങളൊക്കെ ഓക്കെയാ, പക്ഷേങ്കില് അവള് 10 ലക്ഷം ചോദിച്ചു, ബാക്കി 40 ലക്ഷം ഉണ്ടെന്ന് പറയണ. എന്നാ നീ കോൾ അടിച്ചല്ലോ. അതെ, എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ് തുടങ്ങണമെന്ന് പറയണ. ആ സമയം കൂടെയുള്ള ഒരുത്തൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ ഷോപ്പ് തന്നെ വാങ്ങിച്ചോ, ഈ ഷോപ്പ് അയാളെ വിൽക്കാനായിട്ട് ഇരിക്കുക, അത്യാവശ്യം നല്ല കച്ചവടമുള്ള ഷോപ്പാന്ന് പറയണ. എടാ, അപ്പൊ ഞാൻ ഈ ഷോപ്പൊക്കെ തുടങ്ങിയ വീട്ടില് അറിയില്ലേ, ആകെപ്പാടൊരു പ്രശ്നമല്ലേ പൈസയുടെ കാര്യത്തിലൊക്കെ. ഒരു കാര്യം ചെയ്യാം, നിങ്ങളും കൂടെ കൂടെ, ഞാൻ തന്നെയല്ല നിങ്ങളും കൂടെ എന്റെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ആക്കി തീർക്കാം. അപ്പോഴെങ്ങനെയുണ്ട്, എല്ലാവരും കൂടെ ഷെയർ ആണ്. അത് ശരിയാ, ആ നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് പറയണം. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാന്ന് പറയണം. ആ സമയത്താണ് അബി ആ കാഴ്ച കാണുന്നത്. മുമ്പ് തന്നെ ഇടിച്ച് പഞ്ചറാക്കി SI അങ്ങോട്ടേക്ക് വരുന്നു. യൂണിഫോമിലൊന്നുമല്ല, നോർമൽ വേഷത്തിലെ വരുന്നേ. അങ്ങനെ അയാളെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അബിയുടെ മനസ്സിലേക്ക് പല ചിന്തകളും വരുവാണ്. അന്ന് ശബരിമലയ്ക്ക് പോയ സമയത്ത് തന്നെ പിടിച്ചോണ്ട് പോയതാ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിട്ട് നന്നായിട്ട് തല്ലിച്ചേച്ച. എടാ തെങ്ങ് നോക്കി, അയാളെ കണ്ടില്ലേ, ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ എന്നെ ഒരാളത്ത് തല്ലിച്ചേച്ചെന്ന ഒരു പോലീസുകാരൻ, അയാൾ അതൊന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണ് അയാളെ വെറുതെ വിടില്ല, വാടാന്ന് പറഞ്ഞ് അവര് 3 പേരും കൂടി എഴുന്നേക്കുവാണ്. പിന്നീട് ഹെൽമെറ്റ് തലയിലേക്ക് വെച്ചു. ഹെൽമെറ്റ് തലയിലേക്ക് വെച്ചിട്ട് അവന്മാര് പോയി ഇടിക്കുവാണ്. നല്ല രീതിയിൽ നല്ല ഇടിക്കുവാണ്. അങ്ങനെ ഇടിയെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് അബി എന്ത് ചെയ്യണം, ഹെൽമെറ്റ് മാറ്റി തന്നെ മുഖം ഒന്ന് കാണിക്കുക. ഇപ്പൊ മനസ്സിലായോടൂ ഞാൻ ആരാന്നുള്ള കാര്യം, താൻ കൊണ്ട് കേസ് കൊടുക്കാനൊക്കെ പറയാം എന്നും പറഞ്ഞിട്ട് അബി നേരെ വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയം ജലജ വഴക്കണ്ണുമായിട്ട് വീട്ടിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അബി വരുന്നത്. എടാ മോനെ, എന്തായി കാര്യങ്ങളൊക്കെ, നീ പോയിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയണം. ഓ രക്ഷപ്പെട്ടെന്റെ ഭഗവാനെ. പിന്നെ ഒരു കാര്യമുണ്ട്, നീ എന്താ എത്ര രൂപ ഓഫർ ചെയ്തെന്ന് ചോദിക്കുക. 10 ലക്ഷം രൂപ. 10 ലക്ഷം രൂപയോ? നീ എന്തൊക്കെയാടാ പറയണേ? എന്റെ അമ്മേ, 5 ലക്ഷം രൂപയെ പറഞ്ഞേ, പക്ഷെ അവള് സമ്മതിച്ചില്ല, 10 ലക്ഷം വേണമെന്ന് പിടിവാശി പിടിച്ചു. എടാ, നിനക്ക് വല്ല 1 ലക്ഷം ഓഫർ ചെയ്താൽ പോരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ അവള് പിന്നെ 2 ലക്ഷം അല്ലേ ചോദിക്കുള്ളൂ. നീ ആദ്യം ചാടി കയറി എന്തിനാടാ 5 ലക്ഷം പറഞ്ഞേ? വെറുതെ അല്ല, നീ മരമണ്ടനാന്ന് പറയണേ. ഇതുപോലത്തെ ഒരു മുതലിനെയാണോ എന്റെ ദൈവമേ ഞാൻ ജനിപ്പിച്ചേ എന്നൊക്കെ ജലജ പറയാം. അമ്മേ, അമ്മയ്ക്ക് ഇവിടെ നിന്ന് പറയാനായിട്ട് കുറച്ച് എളുപ്പ കാര്യങ്ങള്, പക്ഷെ ഇങ്ങനെ ഒരാളെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാ. ഇനി ഞാൻ ആ പൈസ കൊടുത്തില്ലെങ്കിൽ അവള് ഇതുമായിട്ട് മുന്നോട്ട് വരത്തില്ല എന്ന് പറയാം. അഭിനയിക്കണ്ടേ വന്നു നിന്നിട്ട് അവൾക്ക് അത് പറ്റില്ലെന്ന് അവള് പറഞ്ഞു. എടാ, എന്നാലും ഈ 10 ലക്ഷം കുറച്ച് കൂടുതലല്ലേന്ന് ചോദിക്കുക. കൂടുതലാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അമ്മേ? കാര്യങ്ങൾ നടന്നു പോണ്ടേ? പിന്നെ 40 ലക്ഷം ഉണ്ടല്ലോ. എടാ, ഇതിന് ശരിക്കും പറഞ്ഞാൽ പ്രേരിപ്പിച്ച ആളാരാ? ബുദ്ധി ഉപദേശിച്ച് തന്ന ആളാരാ? ഞാനല്ലേ. അപ്പൊ കൂടുതൽ തുക എനിക്കല്ലേ തരണ്ടേ? 1 ലക്ഷം രൂപ എടുത്ത് ആ പെണ്ണിനെ അങ്ങ് ഒതുക്കുമായിരുന്നെങ്കിൽ ബാക്കി 9 ലക്ഷം രൂപ എനിക്ക് എന്നിട്ട് നിനക്ക് 40 ലക്ഷം രൂപ എടുക്കാരെന്ന് പറയാം. ഇപ്പൊ അതൊന്നും നടക്കുന്ന കാര്യമല്ലമ്മേ. ഞാനൊരു ഷോപ്പ് കണ്ടു വെച്ചിട്ടുണ്ട്, അത് 40 ലക്ഷം രൂപ എടുത്താൽ കിട്ടുമായിരിക്കും. ആ ഷോപ്പ് മേടിക്കുകയാണെങ്കിൽ അത്യാവശ്യം ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാ. അതെ, അത്യാവശ്യം
ചിലവൊക്കെ ഉള്ള ഷോപ്പാണിത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മെച്ചമല്ലേ ഉണ്ടാകത്തുള്ളൂ. അത് ശരിയാണ് മോനെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലം ജീവിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഉം. കാരണം പണം വേണ്ടേ? പിന്നല്ലാതെ 50,000 രൂപയും കൊണ്ട് ഞാൻ മാസം ഇങ്ങനെ തള്ളി നിൽക്കണമെന്ന് എനിക്ക് അറിയത്തുള്ളൂ അമ്മേ. വെറും സ്റ്റാഫ് മാത്രമേ കമ്പനിയില്. അതിന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. വേറെ ആരോട് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ലെന്ന് പറയാം. പിന്നെ ഒരു കാര്യമുണ്ടോ മോനെ, നീ ഷോപ്പ് തുടങ്ങണ കുഴപ്പമില്ല. എനിക്ക് അവിടെ ഇടയ്ക്കിടയ്ക്ക് വരാലോ, വന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാലോ, ഫ്രീ ആയിട്ട് കഴിക്കാലോ എന്നൊക്കെ പറയണം. അത് ശരിയാ. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മ വെക്കണം കേട്ടോ. ഒരു കാരണവശാലും ഇത് പുറത്താരും അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയെന്ന് പറയാം. പിന്നെ നമുക്ക് രണ്ടൊക്കെ വീട്ടിൽ നിൽക്കാൻ പോലും പറ്റില്ലാത്ത അവസ്ഥയാണ്. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് നേരെ ദേവേന്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ ദേവേന് തന്റെ ആമാടപ്പെട്ടി തുറന്ന് സ്വർണ്ണാഭരണങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അബി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അബി എന്നിട്ട് പറഞ്ഞു, അല്ല വല്യമ്മ തിരക്കാണെന്ന് ചോദിക്കുകയാണ്. എന്താടാ അബി, എന്താ കാര്യം? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അത് വല്യമ്മയുടെ മാത്രം മനസ്സിലിരിക്കണമെന്ന് പറയാം. മനസ്സിലിരിക്കേണ്ട കാര്യമോ? അതെന്ത് കാര്യം? അങ്ങനെ എന്തേലും ആണെങ്കിൽ നിനക്ക് പറയാൻ പാടില്ലാത്ത കാര്യമാണെങ്കിൽ നീ പറയണ്ടെന്ന് പറയും. വല്യമ്മ അറിയേണ്ട കാര്യമാ. അറിയേണ്ട കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പറയാതിരുന്നാ പോരെന്ന് ചോദിക്കാം. ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, വല്യമ്മയ്ക്ക് സന്തോഷം തരുന്ന കാര്യം എന്ന് പറയും. എനിക്കോ? അതെ. എന്ത് കാര്യമാണോ? കാര്യം നീ എന്താന്ന് പറ. അത് പിന്നെ വല്യമ്മയ്ക്ക് കള്ള് ദാനം നൽകിയ പെൺകുട്ടിയെ കുറിച്ച് വല്യമ്മ നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഇതുവരെയായിട്ടും അവളെ കണ്ടെത്താനും പറ്റിയിട്ടില്ലെന്ന്. അതെ, അവളെ ഞാൻ കണ്ടെത്തി വല്യമ്മയെന്ന് പറയണ. കണ്ടെത്തിയോ? ദൈവമേ ഭഗവാനെ, ഇവൻ നയനെ കണ്ടെത്തിയോ എന്നൊരു ചിന്തയായിരുന്നു ദേവേന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നേ. ദേവേനെ ചോദിച്ചു, നീ എങ്ങനെയാടാ കണ്ടെത്തിയെന്ന് ചോദിക്കുക. അത് പിന്നെ അതൊക്കെ ഞാൻ കണ്ടെത്തിയെന്ന് പറയാം. അല്ല, അവളുടെ വീട് എവിടെയാ? ഒരു 5-6 കിലോമീറ്റർ അപ്പുറയാ. അങ്ങനെയാണെങ്കിൽ നയനയുടെ വീടും അവിടെ തന്നെയാണല്ലോ. 5-6 കിലോമീറ്റർ ദൂരം ഉണ്ടല്ലോ. ചിലപ്പോൾ നയനയാണോ? അങ്ങനെയാണെങ്കിൽ ഇവനെ സൂക്ഷിക്കണം. പിന്നീട് ചോദിച്ചു, അല്ല പെൺകുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കുകയാണ്. പെൺകുട്ടിയുടെ പേര് നയന എന്ന് പറയാണ്. അങ്ങനെ കുഴപ്പമില്ല, നയനെന്ന് തന്നെയാണ് തനിക്ക് കള്ള് തന്ന പെൺകുട്ടിയുടെ പേര്. അപ്പൊ ഇവൻ പറയാൻ സത്യമായിരിക്കോ? നയനമോളെ തന്നെയായിരിക്കും ഇവൻ കണ്ടെത്തിയിരിക്കുന്നത് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇവനായോണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ കള്ളത്തരം പറയുന്നതാണെങ്കിലോ. പിന്നീട് ദേവേനെ ചോദിച്ചു, എനിക്ക് ആ പെൺകുട്ടിയുടെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കണം. കാണാൻ പറ്റും. ഉറപ്പാണല്ലോ അല്ലേ? അതിനെന്താ കുഴപ്പം? ഉറപ്പായിട്ടും കാണാൻ പറ്റും. ഞാൻ പറയുന്നത് സത്യ വല്യമ്മയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ദേവേനിക്ക് മനസ്സിലായി ഇവരെന്തോ ഊടായി പറക്കുന്നതാണ്. നയനയല്ല. നയനയാണെങ്കിൽ ഇവനങ്ങനെ പറയത്തില്ല. നയനമോൾ ഇവിടെയല്ലേ ഉള്ളത്, വേറെ പോയി കണ്ട കാര്യമില്ലോ. അപ്പൊ അവളെ അല്ല വേറെ ആരും ഉദ്ദേശിച്ചിരിക്കുന്നത്. പണം തട്ടിയെടുക്കാനുള്ള പരിപാടി എന്നത് 50 ലക്ഷം രൂപയാ. പിന്നീട് ദേവേന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടിനെ കണ്ടെത്തണമെന്ന് പറയണേ. കണ്ടെത്തിയിട്ട് എനിക്ക് അവളുടെ അടുത്തേക്ക് ഒന്ന് ചെല്ലണം എന്നൊക്കെ പറയാം. അതിനെന്താ വല്യമ്മേ, അവളെ കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഇനിയിപ്പൊ ആ കാര്യത്തിരി ഭയം വേണ്ടല്ലോ എന്ന് പറയണം. പിന്നീട് അബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജയന്റെ അടുത്തേക്ക് ദേവേനി ചെല്ലുവാണ്. അപ്പൊ ജയൻ ഓഫീസിലേക്ക് പണ്ട് ഒരുങ്ങുമായിരുന്നു. ജയേട്ടാ, എനിക്ക് കള്ള് തന്ന പെൺകുട്ടിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ പെൺകുട്ടി ഞാൻ കണ്ടെത്തി എന്ന് പറയണം. ജയനൊരു ഞെട്ടലോട് തിരിഞ്ഞു നോക്കൂടെ. നീ എന്താ ദേവേനി പറയണെന്ന് ചോദിക്കാം. അത് ജയേട്ടാ, ആ പെൺകുട്ടി ആരാന്ന് ഞാൻ അറിഞ്ഞെന്ന് പറയാം. ആരാ? എനിക്കറിയാം, നയനെന്ന് ആ പെൺകുട്ടിയുടെ പേരെന്ന് പറയാം. ഇതോടെ കേട്ടുകഴിഞ്ഞപ്പം ജയനൊരു കാര്യം മനസ്സിലായി. ഇവള് കണ്ടെത്തിയിരിക്കുന്നു. നാളെ തന്നെ ഞാൻ ആ പെൺകുട്ടിനെ കാണാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെന്ന് പറയണം. അങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ? അതെന്താ? അങ്ങോട്ടേക്ക് പോകാൻ പാടില്ലെന്നിരിക്കും. ദേവേനി, ചിലപ്പോൾ വേറെ വല്ലവരും പറ്റിക്കാനായിട്ട് നിന്നെ പറഞ്ഞതായിരിക്കും. അതൊന്നും നീ വിശ്വസിക്കില്ലെന്ന് പറയാണ്. എന്തിനാ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയണേ? എന്നെ ആരും പറ്റിക്കാൻ വേണ്ടി ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്കറിയാവുന്ന കാര്യാ. ഞാൻ എന്താണ് നാളെ അവളെ കാണാൻ പോവാന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ജയൻ പറഞ്ഞു, നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം. ഞാൻ പറയുന്നത്, ഞാൻ ഉദ്ദേശിച്ച പെൺകുട്ടിയാണെങ്കിൽ അവൾ ഇവിടെ ഇല്ല. നിനക്ക് കരള് പാത്ത് നൽകിയ പെൺകുട്ടി അവൾ ഇവിടെ ഇല്ലാന്ന് പറയണം. ജയൻ എന്താ ഇത്ര ഉറപ്പ്? പക്ഷേ എങ്കിൽ കരള് പാത്ത് നൽകിയ പെൺകുട്ടി ഇവിടെ തന്നെ ഉണ്ട്. എന്നെ കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ സ്ഥലത്തില്ല എന്നൊക്കെ പറയണേ. എനിക്ക് മനസ്സിലായെന്ന് പറയണം. ഇത് കേട്ട ജയൻ പറഞ്ഞു, അതല്ല ദേവേനി, പിന്നെന്താ കാര്യം? എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ജയന്. സത്യം പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റാത്തൊരവസ്ഥ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് വിശ്വസിക്കുമെന്ന് പോലും അറിയത്തില്ല. പക്ഷെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ കണ്ട് അതിന് നയനമെന്ന് തെറ്റിദ്ധരിച്ചെങ്ങാനും ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണോ? സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു ചിന്തയൊക്കെ ജയന്റെ മനസ്സിലേക്ക് വരിക. ജയൻ പറഞ്ഞു, നീ എടുത്തിയാടി ഒരു തീരുമാനമൊന്നും എടുക്കണ്ട. പറഞ്ഞു കേട്ടല്ലോ. അതൊക്കെ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ജയൻ എന്നെ കൂടുതൽ പഠിപ്പിക്കുകയൊന്നും വേണ്ടാന്ന് പറയണം. അങ്ങനെ ജയനും കൂടെ പോയി കഴിഞ്ഞപ്പോൾ ദേവേനെ ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം അവന് അബി ഒരു കള്ളത്തരം ചെയ്ത് തന്നെ ഇത് പൈസ അടിച്ചു മാറ്റണം. അങ്ങനെ ഒന്നിനെ താൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നിരുന്ന് ചിന്തിക്കുകയാണ്. പിന്നീട് ജയൻ നേരെ കമ്പനിയിലേക്ക് ചെല്ലുവാണ്. ആദ്യം നയനയുടെ ക്യാമ്പിലേക്ക് ചെല്ലുന്നത്.
നയനോട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നയന പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യാ അച്ഛാന്ന് ചോദിക്കുക. അവളെന്തേലും കുടുക്കിലാത്തേക്ക് പോയി വീഴുന്നതിന് മുമ്പ് അവളെ രക്ഷിച്ചാൽ മതിയാവളെന്ന് പറയണം. നയന പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി അമ്മയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം. ജയൻ പറഞ്ഞു, അതായിരിക്കും നല്ലത്. ഇനി എത്ര കാലം ഈ സത്യങ്ങൾ നമുക്ക് മൂടി വെക്കാനായിട്ട് പറ്റും? അതേ കാലമൊന്നും മൂടി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ള വേഗത്തിൽ തന്നെ നീ ദേവേനോട് പോയി കാര്യങ്ങൾ തുറന്നു പറ. അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിലുണ്ടല്ലോ ഏതേലും പെണ്ണുങ്ങൾ വന്ന് ദേവേന്റെ കയ്യിൽ നിന്ന് പൈസയും ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കേണ്ടതായിട്ട് വരും. ആ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയണേ. എത്രയും പെട്ടെന്ന് തന്നെ നീ കാര്യങ്ങളൊക്കെ പറയണമെന്ന്. ശരിയാച്ചാ, ഇപ്പൊ തന്നെ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് നയന പറയാണ്. ആ സമയം അബിയുടെ അരിയിലേക്ക് ദേവേനി വരുവാണ്. ദേവേനി വന്നിട്ട് പറഞ്ഞു, എടാ നാളെ തന്നെ നമുക്ക് ആ പെൺകുട്ടിയുടെ വീട് കാണാൻ പോകാല്ലേ എന്ന് ചോദിക്കണം. അതേ അമ്മായി, നാളെ തന്നെ പോയേക്കാന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ എനിക്ക് അവളെ ഒന്ന് വിളിച്ചരാവോ? എനിക്ക് അവളോട് സംസാരിക്കണമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ അബിയിലൊരു ബുദ്ധിമുട്ടുണ്ടായി. അല്ല, ഇപ്പൊ തന്നെ വിളിക്കണമെന്ന് ചോദിക്കും. അതെ, ഇപ്പൊ തന്നെ വിളിച്ചു തരാൻ പറയണം. പിന്നീട് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, ഒരു മിനിറ്റ് ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. പിന്നീട് അബി അവളെ വിളിക്കണം, ശരണ്യനെ വിളിക്കണം. ശരണ്യ വിളിച്ചപ്പോൾ ശരണ്യ ചോദിച്ചു, എന്താടാ 10 ലക്ഷം കുറയ്ക്കാനായിട്ടുള്ള വിളിയാണ് വരുന്നത്, 5 ലക്ഷം ആക്കാനുള്ളതാണോന്ന് ചോദിക്കുക. അല്ല, എന്റെ വെല്ലുമ്മ അടുത്ത് നിൽക്കുന്നുണ്ട്. ഞാൻ വെല്ലുമ്മയുടെ ഫോൺ കൊടുക്കാന്ന് പറയണം. കൊടുക്കുന്നു പറയാം. അങ്ങനെ ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയോട് സംസാരിക്കണം. ശരണ്യയോട് ചോദിച്ചു, മോളുടെ പേരെന്താന്ന് ചോദിക്കുക. ശരണ്യ എന്ന് പറയണം. ശരണ്യെന്നോ? അല്ല, നയനെന്നാ ശരിക്കുള്ള പേര്. വീട്ടിൽ വിളിക്കുന്ന ശരണ്യാന്നാ. ഓ അങ്ങനെ, ഞാൻ തെറ്റിദ്ധരിച്ചെന്ന് പറയണം. അല്ല, മോളെ എനിക്ക് കരള് ദാനം നൽകിയതല്ലേന്ന് ചോദിക്കണം. അത് പിന്നെ ആന്റി, ഞാനിങ്ങനെ കുറെ ചാരിറ്റി പ്രവർത്തനങ്ങളോ പുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ പേരിലാണ് ഞാൻ ചെയ്താന്ന് പറയണം. ഒത്തിരി നന്ദിയുണ്ട് മോളെ. ഈ നന്ദിയും കടപ്പാട് എത്ര പറഞ്ഞാലും മതിയാവില്ല. നാളെ ഞാൻ മോളെ കാണാൻ വരുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്തപ്പോൾ അബിയോട് പറഞ്ഞു, നാളെ തന്നെ കാണാൻ പോണം. പോകുന്ന സമയത്ത് 50 ലക്ഷത്തിന് ആ ചെക്കും കൊണ്ട് വേണം പോകാനായിട്ട്. അത് അവളോട് ബാങ്കിൽ പ്രസന്റ് ചെയ്യാൻ പറയണം എന്നൊക്കെ പറയണേ. ഇത് കേട്ടത് അബി പറഞ്ഞു, അതൊരു നല്ല കാര്യം വല്യമ്മേ എന്നൊക്കെ പറയണം. ഇതും പറഞ്ഞിട്ട് അബി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേനും ദേവേനെ ഇങ്ങനെ മനസ്സിൽ പറയാ, എത്രത്തോളം നീ പോകുന്നതെന്ന് നോക്കട്ടാ, നിന്റെ അമ്മയുടെ കളി ഞാൻ തീർത്തു തരാം എന്നും പറഞ്ഞൊരു ദേവേനെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ട്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.